ആദ്യത്തെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും പരാജയപ്പെട്ടിരിക്കുന്ന PDPയും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. കാരണം വർഗീയ മുന്നണികളെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾ നേടിയ വിജയം എന്നത് മാത്രമാണ് ഇതിന് എടുത്തു പറയാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിൽ ഒരു കണക്ക് ലഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. UDFന് വാസ്തവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ 2034 വോട്ട് കുറവാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് ലഭിച്ചതിനേക്കാൾ 2034 വോട്ട്. അൻവറിന് കിട്ടിയ വോട്ട് അവിടെ നിൽക്കട്ടെ, അത് നിഷ്പക്ഷ വോട്ടുകളോ അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളെയും വെറുത്തുകൊണ്ട് ജനങ്ങൾ ചെയ്ത വോട്ടുകളാണ്. അതുപോലെ തന്നെ LDFന് കുറഞ്ഞിരിക്കുന്നത് 16,166 വോട്ട് LDFന് കുറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 111ഓളം വോട്ട്, ഏകദേശം 200, പുതിയ കണക്ക് വരികയാണെങ്കിൽ 250ഓളം വോട്ട് ഞങ്ങൾക്ക് കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് മുന്നണിയുടെയും കണക്കെടുത്താൽ വാസ്തവത്തിൽ കണക്കുകളുടെ പട്ടികയിൽ ഞങ്ങൾ 250ഓളം വോട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ രണ്ട് മുന്നണികളുടെയും വോട്ട് കുറയുകയാണ് ചെയ്തത്. PV അൻവർ എന്ന ഫാക്ട് ഒരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ നല്ല മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നോക്കണം, ഇവിടെ സർക്കാരിന്റെ മുഴുവൻ മിഷണറിയും അവിടെ പ്രവർത്തിച്ചു, പ്രതിപക്ഷത്തിന്റെ മുഴുവൻ മിഷണറിയും പ്രവർത്തിച്ചു, കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു, ഇതൊക്കെ ചെയ്തു. ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരെ കൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം പോലും അങ്ങോട്ട് മുഴുവൻ പോകാതെ അവിടത്തെ ഞങ്ങളുടെ മണ്ഡലം നേതാക്കൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നടത്തിയ ഒരു സംഘടനാ മിഷണറി ആയിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ടും ഞങ്ങളുടെ പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വോട്ട് പോലും ഞങ്ങളുടെ കുറഞ്ഞിട്ടില്ല എന്ന് വരുമ്പോൾ BJPക്ക് അടുത്ത കാലത്ത് കേരളത്തിൽ ലഭിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണിത്. വരും തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കാണാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും 8000-ന് മുകളിലേക്ക് നല്ലൊരു സംഖ്യ തന്നെയാണോ BJP പ്രതീക്ഷിക്കുന്നത്? ഇതൊരു മുതൽക്കൂട്ടായി തന്നെ നിർത്തിക്കൊണ്ട് തീർച്ചയായും അൻവർ എന്ന ഫാക്ട്, അൻവറിന് ലഭിച്ച വോട്ട് LDFന്റെ UDFന്റെ വോട്ട് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ വികസനം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇവിടത്തെ ഇപ്പോഴത്തെ ഭരണമുന്നണിയുടെ അഴിമതിക്ക് ഒരു ബദലായി ജനം അൻവറിന് വോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അൻവറിന്റെ വോട്ട് നാളുകളിൽ വീണ്ടും സ്പ്ലിറ്റ് ആയി. അത് ഞങ്ങളിലേക്ക് തന്നെ, അതിൽ പകുതിയിലധികം വോട്ടുകൾ അൻവർ നിന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിൽ പകുതിയിലധികം വോട്ടെങ്കിലും ഞങ്ങൾക്ക് വന്ന് ചേരുമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ വൈകി. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങളുടെ സംഘടനാ മിഷണറി നല്ല രീതിയിൽ ചലിപ്പിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഇത്രത്തോളം വോട്ട് അവിടെ ലഭിച്ചെങ്കിൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നു. കണക്കുകളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാലും LDFന് 16,000 വോട്ട് കുറയുന്നു, UDFന് വോട്ട് കുറയുന്നു. ഇവരെക്കാൾ വോട്ട് ഞങ്ങൾക്ക് കൂടുമ്പോൾ നോക്കൂ, നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയി LDFന് എത്ര വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്, UDFന് എത്ര വോട്ടാണ് കിട്ടിയത്, NDAക്ക് എത്ര വോട്ടാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ NDAക്ക് മാത്രമാണ് 250ഓളം വോട്ടുകൾ നിലവിൽ വന്നിരിക്കുന്ന കണക്കിൽ അധികമായി കിട്ടിയത് എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിജയത്തിന് തുല്യമായ പ്രകടനം നടത്താൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, ഞങ്ങളുടെ മുന്നണിക്ക് അവിടെ സാധിച്ചു.